Hi friends, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഹെഡ് ബാൻഡ് ആണ്. ഇത് കുട്ടികളുടെ ഉടുപ്പിൽ ലേസ് ആയിട്ടും മാലയായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നൂലിൽ ഇതുപോലൊരു കെട്ടിട്ടതിന് ശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ആദ്യത്തെ ചെയിനിൽ ചെയ്തു കൊടുക്കാം. പിന്നെ 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി 2 ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ഇതുപോലെ ഈ 2 ലൂപ്പിൽ കൂടെ നീഡിലെടുത്ത് ഇങ്ങനെ വലിച്ചെടുക്കാം. ഒരു പ്രാവശ്യം വലിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി 3 ലൂപ്പിലും കൂടെ നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. പിന്നെയും 3 ചെയിൻ ഇടാം. ഇനിയും ഈ 3 ലൂപ്പിലും കൂടെ ഇതുപോലെ എടുത്ത് ഒരു ഡബിൾ ക്രോഷ്യ തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള നീളം അനുസരിച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാം. ആവശ്യമുള്ള നീളത്തിൽ ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ സ്പേസിൽ 6 ചെയിൻ ഇട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി 6 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ റിങ്ങിൽ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. 3 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഒരുമിച്ച് തയ്ച്ചെടുക്കാം. ഫ്ലവറിൻ്റെ ഒരു പെറ്റല് നമ്മൾ തയ്ച്ചു. ഇനി അടുത്ത റിങ്ങിലോട്ട് ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഒരു പെറ്റല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 6 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ സെയിം റിങ്ങിൽ തന്നെ ഒരു പെറ്റലും കൂടെ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം.
ഇനി അടുത്ത റിങ്ങിലോട്ട് ഇതുപോലെ തന്നെ 2 പെറ്റൽ തയ്ച്ചെടുക്കാം. ഇങ്ങനെ ഈ സൈഡ് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സൈഡ് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഈ സൈഡ് എൻഡ് സൈഡ് വരുമ്പം 6 ചെയിൻ ഇട്ട് ഈ റിങ്ങിൽ പെറ്റൽ തയ്ച്ചു കൊടുക്കാം. ഒരു പെറ്റൽ തയ്ച്ചു കൊടുക്കാം. പിന്നെയും 6 ചെയിൻ ഇട്ട് ഒരു പെറ്റലും കൂടെ ഈ സെയിം റിങ്ങിൽ തന്നെ തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ 2 എൻഡിലും 5 പെറ്റൽ ഉള്ള ഫ്ലവറാണ് കിട്ടുന്നത്. ഇനി അടുത്ത റിങ്ങിലോട്ട് ഇതുപോലെ തന്നെ പെറ്റൽ തയ്ച്ചു കൊടുക്കും. 2 പെറ്റൽ തയ്ച്ചു കൊടുക്കും. ഇതുപോലെ ഈ സൈഡും ചെയ്തെടുക്കാം. ഈ ഫ്ലവറിന് 6 പെറ്റൽ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് 6 ചെയിൻ ഇട്ടതിന് ശേഷം ഈ ചെയിൻ സ്പേസിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ചെയിൻ സ്പേസിലോട്ട് 6 സിംഗിൾ ക്രോഷിയായും കൂടെ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 7 സിംഗിൾ ക്രോഷിയ ചെയ്തെടുക്കണം. ഇനി അടുത്ത ചെയിൻ സ്പേസിലും ഇതുപോലെ തന്നെ 7 സിംഗിൾ ക്രോഷിയ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ സൈഡ് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എൻഡിൽ വരുമ്പം 3 സിംഗിൾ ക്രോഷിയ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെയിൻ ഇട്ട് കൊടുക്കാം. ഇത് കെട്ടാനുള്ള വള്ളിക്ക് വേണ്ടിയാണ് ഈ ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നീളം അനുസരിച്ച് ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കും. ഇനി ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിലും ഇതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ ചെയിൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. ഇനിയും ഈ ചെയിൻ സ്പേസിൽ 7 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ സൈഡും മുഴുവനും ചെയ്തെടുക്കാം. ഈ എൻഡിലും ഇതുപോലെ തന്നെ മറ്റേ സൈഡ് ഈ സൈഡ് ചെയ്ത പോലെ തന്നെ വള്ളി തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹെഡ് ബാൻഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്